മുടിക്കരായി സെന്റ് റീത്താസ് LP സ്കൂൾ നവതിയുടെ നിറവിൽ. എസ്പെറൻസ 2K25 എന്ന പേരിൽ സെന്റ് പീറ്റർ ആൻഡ് പോൾസ് ഫൊറോനാപ്പള്ളി പാരിഷ് ഹാളിലായിരുന്നു നവതി ആഘോഷ പരിപാടികൾ. കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മഠത്തിക്കണ്ടത്തിൽ ആഘോഷം ഉദ്ഘാടനം ചെയ്തു. അനേകം കുരുന്നുകൾക്ക് അക്ഷരമധുരവും അറിവിന്റെ വെളിച്ചവും പകർന്നു നൽകി നാടിന്റെ പ്രകാശഗോപുരമായി നിലകൊള്ളുന്ന മുടക്കരായി സെന്റ് റീത്താസ് LP സ്കൂൾ നവതി ആഘോഷങ്ങളുടെ നിറവിൽ. വ്യാഴാഴ്ച എക്സ്പെറൻസ 2K25 എന്ന പേരിൽ സെന്റ് പീറ്റർ ആൻഡ് പോൾസ് ഫൊറോനാപ്പള്ളി പാരിഷ് ഹാളിലായിരുന്നു ആഘോഷ പരിപാടികൾ. സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹെഡ്മിസ്റ്റേഴ്സ് MM മിനി ടീച്ചർക്ക് സ്നേഹോഷ്പളമായ യാത്രയയപ്പും നൽകി. കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മഠത്തിക്കണ്ടത്തിൽ ആഘോഷം ഉദ്ഘാടനം ചെയ്തു. സെന്റ് റീത്താസ് സ്കൂളിന്റെ നവതി ആഘോഷിക്കുന്ന അവസരത്തിൽ നാം എല്ലാവരും ഏറെ സന്തോഷമുള്ളവരാണ്, പ്രത്യാശയുള്ളവരാണ്, അഭിമാനമുള്ളവരാണ്. എസ്പെറാൻസ 2K25 അതിൻ്റെ അർത്ഥം പ്രത്യാശയുള്ളവരാണെന്നാണ്. പ്രത്യാശയുള്ളവരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ആദ്യമായി തന്നെ കുട്ടികളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ആദ്യം കണ്ട ബാൻഡ് ഡിസ്പ്ലേ വളരെ മനോഹരമായിരുന്നു. നമുക്കെല്ലാവരും കൈയടി കൊടുക്കാം അല്ലേ? കുട്ടികൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് കക്കുഴിയിൽ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ സെക്രട്ടറി ഫാദർ മാത്യു മുണ്ടയ്ക്കൽ, എൽദോസ് കുന്നപ്പള്ളി MLA, മുൻ സ്കൂൾ മാനേജർമാരായ ഫാദർ ജേക്കബ് തലാപ്പള്ളി, ഫാദർ മാത്യു സുന്തളം, റെസിഡൻഷ്യൽ പ്രീസ്റ്റ് ഫാദർ മാത്യു മുണ്ടയ്ക്കൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ, ബ്ലോക്ക് പ്രസിഡന്റ് NM സലീം, രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് NP അജയ്കുമാർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സജി പടയാട്ടിൽ, AEO ബിജിമോൾ PS, മുൻ HM സിസ്റ്റർ വിമല ജോൺ CMC, അലൂമിനി പ്രതിനിധി ബിനിറ്റ സിനു തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ 90 വർഷമായി നമ്മുടെ ഈ നാടിൻ്റെ അക്ഷരദീപമായി ഓരോ വർഷവും കൂടുതൽ പ്രശോഭതയോടെ പ്രകാശിക്കുന്ന സെന്റ് റീത്താസ് LP സ്കൂള് കാലാകാലങ്ങളായി ഹെഡ്മിസ്ട്രസ്മാരായും ഹെഡ്മാസ്റ്റർമാരായും അധ്യാപകരായും മാതാപിതാക്കന്മാരായും കുട്ടികളായും മാനേജർമാരുമൊക്കെയായി അനേകരുടെ കഠിനാധ്വാനത്തിൻ്റെയും കൂട്ടായ പരിശ്രമത്തിൻ്റെയും ഫലമാണ് ഇന്ന് 380ഓളം കുട്ടികൾ പഠിക്കുന്ന ഈ പ്രദേശത്തെ ഏറ്റവും വലിയ LP സ്കൂളായി ഈ സ്കൂളിനെ മാറ്റിയത്. ചലച്ചിത്ര താരം രാജേഷ് കടവന്ത്ര കൾച്ചറൽ ഇവന്റ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഷൈജു ഇഞ്ചക്കൽ, സീനിയർ അസിസ്റ്റന്റ് ജീന തോമസ്, MPTA പ്രസിഡന്റ് കല ജോസഫ്, ട്രസ്റ്റിമാരായ ജോൺസൺ കളമ്പാടൻ, ജിമ്മി നെടുമ്പുറത്ത്, സ്കൂൾ ലീഡർമാരായ സഞ്ജയ് PS, ശ്രേയ ഗിരീഷ് തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു. അധ്യാപനം എന്ന പ്രേക്ഷിത ദൗത്യത്തിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തിയ സർവശക്തനായ ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. സെന്റ് മേരീസ് LP സ്കൂൾ പള്ളനാട് 2002 എൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നു. പിന്നീട് ഞാൻ മാലിപ്പാറ സ്കൂളിലേക്ക് ട്രാൻസ്ഫറായി. അങ്ങനെ ആകെ 13 വർഷം മാലിപ്പാറ സ്കൂളിലും 5 വർഷത്തോളം ഇടുക്കി മേഖലകളിലും ജോലി ചെയ്ത് 2020 മുടിക്കരായി സ്കൂളിലെ പ്രഥമ അധ്യാപികയായി ഞാൻ ജോലിയിൽ പ്രവേശിച്ചു. അന്നോളം ഇന്നുവരെ എന്നെ കൈപിടിച്ചു നടത്തിയ എൻ്റെ സർവശക്തനായ ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ അധ്യാപന ജീവിതത്തിൽ ഏറെ അനുഭവ സമ്പത്തുള്ള അധ്യാപകരോടൊപ്പം ജോലി ചെയ്യുവാൻ സാധിച്ചത് ഒരു ഭാഗ്യമായി തന്നെ ഞാൻ കരുതുന്നു. ബഹുമാനപ്പെട്ട മുണ്ടയ്ക്കലച്ചൻ ഇവിടെ സൂചിപ്പിച്ചു ഞാൻ നല്ലൊരു അധ്യാപികയായിരുന്നു എന്ന്. പക്ഷേ എനിക്കിപ്പോഴും ഞാൻ ഒരു നല്ലൊരു അധ്യാപികയാണ് എന്ന് പറയുവാൻ ഒത്തിരിയേറെ കാര്യങ്ങൾ ഇനിയും ചെയ്യേണ്ടതുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു. എങ്കിലും എൻ്റെ മനസാക്ഷിക്ക് ചേരുന്ന വിധത്തിൽ ചെയ്തു എന്ന് എനിക്കൊരു തോന്നൽ ഉണ്ട്. എങ്കിലും ഇനിയും ചെയ്യാമായിരുന്നു, ചെയ്യണമായിരുന്നു എന്നൊരു തോന്നലും ഉള്ളിലുണ്ട്. അപ്പോൾ ഒരു അധ്യാപകൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ശിഷ്യ സമൂഹമാണ്. സമ്മേളനാനന്തരം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. നടനമായി ചടുലതാളമായി
സൂചികൾ മേളങ്ങൾ നൃത്തനൃത്യവും നാട്യവും സർവം ശുഭമായിടാ. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.